മോന്റെ അമ്മയെന്ന് എനിക്കറിയാം. ആ അപ്പൊ അത് ഞങ്ങളുടെ അമ്മയാ. ഇങ്ങോട്ടാരും വന്നില്ലേ? ഇത്ര പേര് ഇരിക്കുന്നത് പിന്നെ ഒന്നും അമ്മ കാണുന്നില്ലേ? നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. കാണാൻ വേണ്ടി ഞാൻ വന്നതല്ലേ. പിള്ളേർ എത്ര പേരുണ്ട്? 2 പിള്ളേര്. അങ്ങോട്ട് പോയിട്ട് എത്ര നാളായി? അങ്ങോട്ട് പോയിട്ട് 19 വർഷമായി. അവിടെ ഏതായാലും വീട്ടിലുള്ളവരുണ്ടാകത്തല്ലോ. അവിടെ ആരും ഇല്ലായിരുന്നു. വീട്ടിലെ പിള്ളേർ താമസിക്കുന്നില്ല. അതാ ഓസ്ട്രേലിയയിലല്ല, അവരവിടെ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത്. ഇവിടെയാ താമസം അല്ലേ? അവര് അവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയല്ല, ബുദ്ധിമുട്ടാണ്. അവർക്ക് വിസ കിട്ടിയല്ല. ഇവിടെ എല്ലാവരും എത്ര പേരുണ്ട്? ഇവിടെയോ? ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങൾ 4 സഹോദരങ്ങളല്ലേ. പെണ്ണുങ്ങളോ? 4 പേരുണ്ട്. 3 ആണും 1 പെണ്ണും അല്ലേ അമ്മയ്ക്ക് മക്കള്. ഞാൻ ഓർക്കണില്ല. ഇല്ലേ? ഒരു പെണ്ണുള്ളോ? ഒരു പെണ്ണല്ലേ ഉള്ളു, എൽസി. വീരായ ബിബീന മകന്റെ മകളല്ലേ, അമ്മയുടെ ഇളയ മകന്റെ മകളല്ലേ. ആ, അതായത് അമ്മയുടെ ചെറുമകളാണ്. മറ്റവരുടെ പേരുണ്ടാ? മറ്റവരുടെ പേര് എൽസി. അമ്മയുടെ മകളുടെ പേര് എൽസി. ആ, എൽസി അല്ലേ നമ്മളെ മരങ്ങാട്ടുപള്ളി കെട്ടിച്ചു. ഓർക്കണില്ല. ആ, മക്കളുടെ കാര്യം ഇങ്ങനെ മറക്കാവോ? അമ്മമാര് മക്കളെ മറന്നു പോവല്ലേ? മറന്നു പോവല്ലേ? വീട് വിട്ടിട്ട് താമസിക്കുന്നു. അതുകൊണ്ടാണോ മറന്നു പോയത്? അതുകൊണ്ടാണോ മറന്നു പോയത്? വീടും മറന്നു പോയി, മക്കളെ ഓർമ്മയില്ലാതെ അവരെ എപ്പോഴും കാണാനും പറ്റിയായിരുന്നു. അല്ല, പക്ഷെ ഇവിടെ ഉള്ള മക്കള് 2 പേര് ഇവിടെ തന്നെ ഉണ്ടല്ലോ താമസിക്കുന്നത്. ജോമോന്റെ കൂടെ അല്ലേ അമ്മ താമസിക്കുന്നത്? ജോമോനാ? ആ, ജോമോൻ ഇളയ മോൻ ജോമോന്റെ കൂടെ അല്ലേ അമ്മ താമസിക്കുന്നത്? അവനെ എല്ലാ ദിവസവും അമ്മ കാണുന്നുണ്ടല്ലോ. അവർ 2 പേരുണ്ടോ? പിന്നെ ഒരാള് അവന്റെ മൂത്തത് സാബു തൊട്ടടുത്തല്ലേ താമസിക്കുന്നത്. ആ, അത് നമ്മുടെ ഈ പറമ്പിലെ, നമ്മുടെ വടക്കേ പറമ്പിലെ അവിടെയല്ലേ വീട് വെച്ച് താമസിക്കുന്നത്. ആ, പെര പണിതിട്ട് എത്ര വർഷമായി? അവൻ പെര പണിതിട്ട് 10. അവന്റെ പിള്ളേർ എത്രയുണ്ട്? അവൻ 2 പിള്ളേര്. എല്ലാവർക്കും, അമ്മയുടെ മക്കൾക്ക് എല്ലാവർക്കും അവർക്ക് ജോലിയുണ്ട്. അവള് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യല്ലേ, നേഴ്സായിട്ട്. അമ്മയുടെ മക്കൾക്ക് എല്ലാവർക്കും 2 മക്കളാണ്. എൽസിക്ക് 2 ആൺപിള്ളേര്, 2 ആണ് മാത്രമേ ഉള്ളൂ എൽസിക്ക്. എൽസിക്ക് പെൺപിള്ളേരില്ല. 2 ആൺമക്കൾ മാത്രമേ ഉള്ളൂ എൽസിക്ക്, പെൺപിള്ളേരില്ല. ബാക്കി എല്ലാവർക്കും 1 ആണും 1 പെണ്ണും. ഇവിടെ ഇറക്കന്മാരൊക്കെ കെട്ടിയ എൽസിയുടെ മൂത്ത മോൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച അവൻ 2 പിള്ളേരും ഉണ്ട്. അപ്പം മുത്തശ്ശിയായി. ആർക്കാ? ആർക്ക്? എൽസിക്ക് 2 ആൺമക്കള്. ഉണ്ണിക്കുട്ടനും അപ്പവും ഓർക്കുന്നില്ലേ? പ്രവിയല്ലേ മൂത്ത, അമ്മയുടെ മൂത്ത ചെറുമകനല്ലേ, ആദ്യത്തെ ചെറുമകനല്ലേ പ്രവി. താമസിക്കുന്നത് പേരെന്താ? എവിടെയാ അവിടെ താമസിക്കുന്നവര്? എവിടെ? എൽസിയുടെങ്ങോ? പാലക്കാട്ടുമലയല്ലേ? പാലക്കാട്ടുമലയല്ലേ താമസിക്കുന്നത്? മലയിലല്ലേ അവര് താമസിക്കുന്നത്, മരങ്ങാട്ടുപള്ളി. എൽസിയുടെ അവര് എൽസി അങ്ങ് കെട്ടിച്ചു വിട്ടതല്ലേ, ബെന്നിയല്ലേ അവളെ ഭർത്താവ്. അല്ല, അവളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടതാ, കല്യാണം കഴിച്ചു വിട്ടതല്ലേ. അവളവിടെയാ. ഇപ്പൊ അവള് ഓസ്ട്രേലിയയിലാണ്. ഇനിയിപ്പോ ഈ ആഴ്ച അവസാനം വരും. അവിടെ ജോലിയാണോ? അല്ല, അവളുടെ മൂത്ത മോൻ നമ്മുടെ ഉണ്ണിക്കുട്ടൻ, ഉണ്ണി അവിടെയാണ്, ഓസ്ട്രേലിയയാണ്. അപ്പൊ അവരുടെ അടുത്ത് പോയതാ. അവനെ ഒരു ചെറിയ 2ാമത്തെ കൊച്ച് ഉണ്ടായിട്ട്. ആർക്ക്? എൽസിക്കോ? എൽസിക്ക് 2 പിള്ളേര്. എൽസിക്ക് 2 പിള്ളേരാന്നേ. പ്രവിക്ക്, എൽസിയുടെ മൂത്ത മകനാണ് പ്രവീൺ, അല്ലെങ്കിൽ നമ്മൾ അമ്മ ഉണ്ണിക്കുട്ടാന്ന് വിളിക്കും. ഉണ്ണി അല്ലേ? ഉണ്ണി എന്ന് വിളിക്കാറില്ലേ? അവന് ഇപ്പം 2 പിള്ളേരുണ്ട്, 2 ആൺകുട്ടികൾ. എൽസിക്ക് 2 പിള്ളേര്. അല്ല, 2 ആൺപിള്ളേരാ.
വേറെ കേട്ടോ അപ്പം തണുപ്പാ പുറത്തല്ലേ? ഇവിടെ വന്നാലേ ഇവിടെ ഒരാൾ പെട്ടിക്കകത്ത് കയറിയല്ലോ. ആണോ? അത് അമ്മയുടെ ചെറുമോള് ശങ്കരിക്കുട്ടിയല്ലേ? ശങ്കരിക്കുട്ടിയല്ലേ? ആണോ അതിനെട്ടാ അവിടെ ഈ കവളത്ത് നീരാണ്. പല്ല് പറിച്ചുകൊണ്ട് അവിടെ കവളത്ത് നീര് ഓപ്പറേഷൻ ചെയ്താൽ ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ നീരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ഓടിക്കോ വല്ലതും കഴിക്കോ? ആ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കഴിക്കും. കഴിക്കാനൊക്കെ വലിയ മടിയാ. വല്ലവർക്ക് ചവയ്ക്കാൻ പറ്റിയല്ലേ? ഇല്ല, രണ്ടു വശത്തും ചവയ്ക്കാൻ പറ്റിയല്ല. ചോറ് തന്നെ കുറച്ച് എടുത്താൽ അപ്പോൾ കുഴപ്പമില്ല. ഇത് ആ മുറത്തിനകത്തോട്ട് എടുത്തിടാൻ പറ്റില്ല. അപ്പം എളുപ്പമില്ല. അമ്മയ്ക്ക് ഇരുന്ന് ചെയ്യായിരുന്നല്ലോ. മുറ എന്ത് ചെയ്യേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ച പ്ലാവേന്ന് 2-3 ചക്കയും കൂടെ പറിച്ചു. ശരിക്കും മൂത്തിട്ടില്ല, പുഴുങ്ങാൻ മാത്രമേ മൂത്തിട്ടുള്ളൂ. ഇതവർ പുറത്ത് വെച്ച ചേച്ചിയും രോമളും കൂടി അതെല്ലാം കൂടെ മടലെല്ലാം ഒരുക്കി ചോള പിരിയാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ എലിക്കുട്ടിയമ്മയുടെ കൂടിയിരുന്നു. മക്കളൊക്കെ വിളിച്ച് ചക്കയൊക്കെ ഒരുക്കണ്ടേ? മക്കളെയൊക്കെ വിളിക്കണ്ടേ ചക്ക ഒരുക്കാനായിട്ട്? മക്കളെ വിളിക്കണ്ടേന്ന് ചക്ക ഒരുക്കാനായിട്ടേ. പെൺപിള്ളേരെയൊക്കെ വിളിക്കണ്ടായിരുന്നോ ഒന്ന്? എവിടെയാ നോക്കാം വിളിക്കണം. എവിടെ ഇരിക്കുന്നു? അവിടെ മുറിയിൽ മൊബൈലൊക്കെ കുത്തിക്കൊണ്ടിരിപ്പില്ലേ അവരൊക്കെ? ആ ചക്ക അമ്മയുടെ പ്രിയപ്പെട്ടത് എന്നെ വിളിച്ചോ. അമ്മയുടെ മുറിയിൽ ഒരാളുണ്ട്. അത് വിളിക്കണം. അറിയത്തില്ല, അതുകൊണ്ടല്ലേ വരാത്തത്. വിളിച്ചോണ്ടോ അമ്മേ? പെട്ടെന്ന് പരിപാടി കഴിയണം. ഫാൻ ഇട്. കൊതുക്. വിവീന എന്ത് അമ്മേ? വിവീന ചക്ക ഒരുക്കാൻ വരുവാന്ന് പറഞ്ഞിട്ട്. വിവീന എന്ത് ചെയ്യുന്നു? കണ്ടില്ലേ? ഇവിടെ വന്നിട്ട് കണ്ടില്ല. ആണോ? പിന്നെ ആ മുറിയിലുള്ളതാരാ? ആ മുറിയിലൊരു കൊച്ചു പെണ്ണുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. ആണോ? ഇത്രയും നേരം വർത്താനം പറഞ്ഞതോ? ആരോട്? ആ പെണ്ണിനോടാ വർത്താനം പറഞ്ഞ ഇത്രയും നേരം? ഇപ്പം വരെ. അതല്ലേ എണ്ണ വെക്കണ കാര്യമൊക്കെ പറഞ്ഞ. അവളൊന്നും അല്ല. ഇത് ആ കൊച്ചിനോട് ചോദിച്ചാൽ അതാണോ ഇല്ലേത്? ഉണ്ടോ? അമ്മ ഒരു വടിയും കൂടി എന്തെങ്കിലും ഇങ്ങോട്ട് ചക്ക എടുക്കാൻ പറ. ഒരു വടിയും കൂടി എന്തെങ്കിലും വിളിച്ചോണ്ടോ? വീട്ടിൽ നിന്ന് വന്നല്ലേ, കോളേജിൽ നിന്ന് വന്നാ. ഇത് കൂട്ടിക്കൊണ്ടോ അമ്മേ അവളെ? അമ്മ എന്ന് വിളിച്ചാലേ വരും. വിളിച്ചോണ്ടോ? എന്നാട് പോന്ന് അമ്മയൊന്ന് നോക്കിക്കു. ചെല്ലു, നോക്ക് എന്നിട്ട് അവളോട് ഇങ്ങനെ വന്ന് ചക്ക എടുക്കാൻ പറ. മുതിർന്നവര് ഒരിക്കാൻ മതി പറഞ്ഞോ? ആഹാ, അവള് മുതിർന്നില്ലേ? 20 വയസ്സായി. അവള് മുതിർന്നതാ. മുതിർന്നു. പണ്ടാണ് കെട്ടിച്ചുകൊണ്ടോ? പ്രായം കഴിഞ്ഞു. അമ്മയ്ക്ക് ചിരി വരുന്നു. ശരിയല്ലേ പറഞ്ഞേ? പണ്ട് 18 വയസ്സ് 16 വയസ്സിലൊക്കെയല്ലേ അമ്മ കെട്ടിച്ചു വിടുന്നേ? പണ്ടത്തെ പോലെ ഒത്തിരി പ്രായം കുറഞ്ഞതിനെ ഒന്നും ഇപ്പൊ ആര് കെട്ടിച്ചുകൂടിയല്ലേ? അപ്പൊ മുതുക്കി എന്നിട്ടേ കെട്ടിക്കോളൂ. ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ അമ്മ അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നോ? കസേരയില്ല. അല്ല, അവിടെ പോയി നോക്കി. മുറി ഇരിക്കുന്നവർ ഇങ്ങനെ വരാൻ പറ. അവളോട് ഒന്ന് ചക്ക ഒന്ന് ഒരുക്കാൻ പറ. നോക്കി അമ്മ നോക്ക്. അല്ലേ? പണിയുണ്ട്. അതെ, ചക്ക ഒരുക്കാൻ വരെ രാത്രിയായി. കിടന്നാ മതിയോ? ഒന്നും തിന്നണ്ടേ?
നല്ല കാര്യം. നമുക്കൊന്നും തിന്നണം അവൾക്കൊന്നും വേണ്ടെന്ന്. ഇനി അവൾക്കൊന്നും കൊടുക്കണ്ട കേട്ടോ. എങ്ങനെയുണ്ട് ശങ്കി? എങ്ങനെയുണ്ട്? എല്ലാവരും നല്ലതല്ലേ? ആ കണ്ടോ, എല്ലാവരും നല്ലതാണ് ആ പറഞ്ഞത്. അമ്മ ഇരുന്നു എല്ലാവരും. അതെ, നിൽക്കുമ്പം മടുക്കും. അമ്മ മടുക്കുമല്ലേ? പിള്ളേരൊന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലേ അമ്മേ? പണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഒരു കൂട്ടം കൂട്ടിയിരുന്നിട്ട് വട്ടത്തിരുന്ന് ചക്ക എടുക്കുന്നതാ. എല്ലാവരും കൂടെ ഒന്നിച്ചൊരു പാത്രത്തിൽ തിന്നും. ആ കാലൊക്കെ പോയി. ഇപ്പൊ അവർ കടയിൽ പോയി മേടിച്ച് കാശുണ്ടെങ്കിൽ അല്ലേ ശങ്കരി? അങ്ങനെയാണ്. ഇഷ്ടമുള്ള ഓർഡർ ചെയ്താൽ മതി. അല്ല, ഇവിടെ വീട്ടിൽ കൊണ്ട് തരുമല്ലേ? അതെ, പുറത്ത് പോയി കഴിക്കാം. ചക്കയൊക്കെ ആർക്ക് വേണം അല്ലേ? പഴയ ആൾക്കാരൊക്കെ തിന്നും. പുതിയ ആൾക്കാർക്കൊന്നും ചക്ക വേണ്ട. ചക്ക തിന്നുമോ? പുഴുക്ക് തിന്നാമോ? നീയാ പറയണ. ഇപ്പുറത്തെ പല്ലിൽ വെച്ച് തിന്നത്തില്ലേ? ഇച്ചിരി പല്ലിന് ചക്കയ്ക്ക് വലിയ ഇതൊന്നുമില്ല, കട്ടിയൊന്നുമില്ലല്ലോ. ആ ഇങ്ങോട്ടിട്ടോ. കട്ടിയൊന്നുമില്ല, അലുത്ത് പോകുന്നല്ലേ? കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട്. പിഞ്ചാ മതി. ശരിക്കും മുഖത്തില്ല. വേണ്ടേ? അന്നക്കൊട്ടി ചേച്ചി കഞ്ഞിക്കെന്നാ കറി. പിന്നെ എൻ്റെ വേറെ പാട്ട് കൂടെ ഉണ്ടല്ലോ. അതിന്റെ ബാക്കി എൻ്റെ ബാക്കി തന്നെ എന്നൊക്കെ ഒരു മാങ്ങ. പിന്നെ എന്താ കണ്ണി തോണ്ടിപ്പോയി. ആ അങ്ങനെ അറിയാവുന്നവരൊക്കെ പറയാട്ടോ. അതെ, പഴയ പാട്ട് എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. അറിയാവുന്നവരൊക്കെ പാടേ. ഞങ്ങള് അമ്മയ്ക്ക് ചക്കക്കുരുവിന്റെ പാട്ടറിയാവോ? അമ്മേ ചക്കക്കുരു മാങ്ങയുടെ പാട്ടറിയാവോ? അത് പഠിച്ചല്ലേ ഞാൻ അമ്മ വേറെ കാര്യങ്ങളൊക്കെ ചേട്ടുമാരുണ്ട്. പിന്നെ ഞാൻ എന്റെ അമ്മയുണ്ട്. ഞാൻ ചക്കക്കുരു മാങ്ങയുടെ പാട്ട് പഠിക്കണം അല്ലേ? വിഷമിക്കേണ്ട കാര്യമില്ല. ആണല്ലേ? അപ്പൊ സുഖമായിട്ട് ജീവിച്ച എലിക്കുട്ടിയാ. നോക്ക് കണ്ടോ? അയ്യോ ഒന്നുമില്ല. എലിക്കുട്ടി ചക്കക്കുരു മാങ്ങ ഇപ്പം പാടാൻ പോട്ട വന്നില്ല. അനിയത്തിമാരുടെ കൂടെ പണിയെടുക്കുമ്പോ അവരുടെ കൂടെ കൂടി ചെയ്യുക. ആ അതെ, ഇത് കണ്ടില്ലേ ഇവിടെ ഉള്ളവങ്ങൾ കൂടുന്നുണ്ടോ നോക്കി. അമ്മച്ചിക്ക് സുഖമായിരുന്നു. നടുക്കുള്ള ആളാ. മുകളിൽ 2 താഴെ 2 സുഖമായിരുന്നു അല്ലേ? ഒന്നും അറിയുന്നുണ്ടായിരുന്നല്ലേ? പിന്നെ ഒന്നും അറിയണ്ടല്ലോ രമേ? പണിയൊന്നും എടുക്കണ്ടായിരുന്നോ? പിന്നെ എടുക്കണായിരുന്നു. പിന്നേക്ക് 2 അർത്ഥമാ. എടുക്കണായിരുന്നു പണി. വീട്ടിൽ പണിയൊക്കെ ചെയ്യണം. പണിയൊക്കെ തീർക്കണം. അന്നത്തെ കാലം 2-3 നേരം കഞ്ഞി വെക്കണം. അത് ശരിയാ. ശരി, അതല്ലേ ഉള്ളൂ. പലഹാരമൊന്നും ഇല്ലല്ലോ. കപ്പപ്പുഴുക്കും ചോറും കഞ്ഞിയൊക്കെ ആയിരുന്നു. ഒരു നേരം വെക്കണം, അന്നേരം തീരും. അതെ, രാവിലെ കപ്പപ്പുഴുക്കും കഞ്ഞിയും പണിക്ക് പോകുന്ന. പിന്നെ ഒരു ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ കഞ്ഞി വയ്യുമില്ല ഇല്ലാതെയായ. അതെ അതെ, പിന്നെ ഒന്നും ഇല്ലാതെ. ഒരു നേരം അല്ല, അമ്മ വെച്ചോണ്ടിരുന്നപ്പോ എല്ലാം 2 നേരം വെക്കുമായിരുന്നു. ഇവിടെ ഞാൻ വന്നപ്പോ 2 നേരമായിരുന്നു. ആ കഞ്ഞി ഒന്നും കുടിക്കാതെ പോകും. അതെ, രാവിലെ ഇപ്പൊ രാവിലെ വെക്കുന്ന കഞ്ഞി വൈകുന്നേരം ആകുമ്പോൾ കൂട്ടിയില്ല, കൊള്ളത്തില്ല. വൈകുന്നേരം അന്നാളെന്ന് പറഞ്ഞ് തൊടാൻ കൂടി. അതെ, ഇപ്പോഴത്തെ അല്ലേ? അന്നത്തെ കഞ്ഞിവെള്ളമൊക്കെ നല്ലതായിരുന്നു. പണ്ട് വൈകുന്നേരം ഒരു കപ്പപ്പുഴുക്കും ഉണ്ട് ചായയുടെ കൂടെ. ചായയും കപ്പപ്പുഴുക്കും പണിയില്ല കഴിഞ്ഞ് വന്നിട്ട് മത്തിക്കറിയോ പിന്നെ അല്ലെങ്കിൽ മറ്റേ തിരണ്ടി മേടിച്ച് ഉണക്കത്തരണ്ടി വറുത്തു ഇടിച്ച്, ഉണക്കത്തരണ്ടി മുള്ളംകുറിച്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അന്ന്. പണി കഴിഞ്ഞു വന്നു. അവള് പൊളിക്കും മിക്കവാറും. സത്യം ഉണ്ടെങ്കിൽ പൊളിക്കാനോ ചക്ക ഒരുക്കാൻ ഞങ്ങൾ ചെയ്യുന്ന കണ്ടോ? അതുപോലെ ചെയ്യാനാണ് അമ്മച്ചി നിന്നോട് പറഞ്ഞത്. അറിയത്തില്ല, നമുക്ക് അറിയില്ല. അവൾ ഇതൊന്നും ചെയ്താ പഠിക്കുന്നേ. ഇതെല്ലാം നമ്മൾ ചെയ്താ പഠിക്കുന്നേ. ചക്ക എടുക്കാൻ പോവല്ലേ? ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നില്ല. അതെ, പഠിക്കണം എല്ലാം. അവരാരും ഇനി അടുക്കളപ്പൊടിക്കൊന്നും പോകുന്നില്ലമ്മേ. അവരൊക്കെ അടുക്കളപ്പൊടി ഒന്നും ചെയ്യല ഇനിയുള്ള പിള്ളേരൊന്നും.
പിന്നെ എങ്ങനെയാ അവർക്കൊക്കെ വേണ്ടത് ഇച്ചിട്ടുണ്ടാക്കി തിന്ന് അവരല്ലേ പോലെ ഓർഡർ ചെയ്യും. വേറെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഓ അങ്ങനെയൊന്നും ഇല്ലെന്നേ ഇപ്പൊ നീ ജോലിയില്ലേ. ഇനി അങ്ങനെയൊന്നും ഇല്ല. കാലമെല്ലാം മാറിപ്പോയി. പണ്ടായിരുന്നു അടുക്കളപ്പണിക്ക് ആൾക്കാരെ ആവശ്യം. ഇപ്പൊ എല്ലാം പോയി. ശരിയല്ലേ? അത് ശരി. അതൊന്നും ആണുങ്ങൾ കല്യാണം കഴിക്കണമെന്നില്ല. കല്യാണം കഴിക്കണമെന്നില്ല ഇപ്പൊ ആർക്കും. അവിടെ വരുന്നുണ്ടേ സുന്ദരിപ്പാത എത്തി. മൂത്ത എലിക്കുട്ടി കുഞ്ഞ് ഇറങ്ങി. മൂത്ത എലിക്കുട്ടി കുഞ്ഞ് എലിക്കുട്ടി ഇറങ്ങി. ഏൽക്കുട്ടി എത്ര പ്രാവശ്യം വിളിച്ചിട്ടും വരുമോ? ക്ഷീണമൊന്നും പോയിട്ടില്ലെന്നേ. ക്ഷീണം എല്ലാവർക്കും വല്ലവ വെളിവില്ലാത്ത പോലെ ഇരിക്കുന്നേ. രണ്ട് കുഞ്ഞേലി ആര് എന്നാ നീ എന്നാ തിന്നത്? ഓ ചായ കുടിപ്പിച്ചാ ഇനി അവർക്ക് ചായ കൊടുക്കണ്ടോ? അല്ലെങ്കിൽ എന്നോട് പറയേ അപ്പത്തെ വാട്ടച്ചായ ഒന്നിനും കൊള്ളത്തില്ല. അത് ഇവിടെ വരുമ്പോഴേ നല്ലൊരു ചായ തരാം. ഇനി അവർക്ക് ചായ കൊടുക്കണ്ട. വാട്ടവെള്ളം കുടിക്കാൻ ഞാൻ പോണില്ല. ഇത് വേണ്ട. നീ ചായ കുടിച്ചോടാ? ഇല്ലായിരിക്കും, അവനാ കുടിക്കാത്തത്. എടുത്തു കുടിച്ചേ. അത് കഴിക്കത്തില്ല. ചവണി അത് കഴിക്കാം. അതൊക്കെ വറുത്ത് തിന്നാം. ഇവിടെ വറുത്ത് തിന്നുവായിരുന്നു. ഇതിന്റെ ചക്കയുടെ ഞാൻ കൊണ്ടു തരുമായിരുന്നു ഈ ചകടി. ചവണിയൊക്കെ ഇവിടെ വറുത്ത് ചേച്ചി ഓർമ്മ കേട്ടോ. അന്നൊക്കെ ഇവിടെ ചെയ്യുമായിരുന്നു. ഇപ്പഴും നമുക്ക് മടിച്ചിയായി പോയത്. മടിച്ചിയാവുക. ഞാൻ ഒരു വഴക്ക് പറയും ഈ വേണ്ടാത്ത പണിക്ക് പോണ എന്തിനാന്ന് ചോദിച്ചു. ചക്കയുടെ എല്ലാ സാധനവും തിന്നാണ്. പുറത്തെ മുള്ളു നീക്കി ഇതിന്റെ ആ മുള്ളിന്റെ ഭാഗം ചെത്തി എടുത്തിട്ട് അത് തോരൻ വെക്കും. അത് വേണ്ട കളയണ്ട. നമുക്ക് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാന്ന് പറയുന്നത്. നമ്മളെ ഇവിടെ ഉള്ളവരാരും ഉപയോഗിക്കില്ല. പല സ്ഥലത്തും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ളവർ ചക്കയുടെ ഈ ചക്കച്ചുളയും കുരുവും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ. മറ്റേ അങ്ങ് വടക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ തൊണ്ട് ചെത്തി കളഞ്ഞിട്ട് മൊത്തം അത് തോരൻ വെക്കും. ഈ ചവണി വറക്കുന്നവരുണ്ട്. പിന്നെ ഇതിൻ്റെ മുടൽ ചെത്തിയെടുത്ത് അപ്പോൾ അങ്ങനെ പുഴുങ്ങിയെടുക്കുന്നവരുണ്ട്. പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഹെയർ ഫ്രയറെ വരക്കേ വറക്ക് അത് വറക്കാമല്ലോ. പക്ഷെ രുചി കാണിയല്ല. എണ്ണയില്ലാത്തോണ്ട് രുചി കാണിയല്ല. നീ ആർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് ഇച്ചിരി സ്പ്രേ ചെയ്താൽ മതി എണ്ണ, എന്നിട്ട് വറുത്താൽ മതി. ഇവനെ ഒന്ന് കളിക്കുക. പാട ശരിക്കും തെറ്റാറായില്ലെന്നേ. അത് ശരിക്കും മൂത്തില്ല. ചക്ക തന്നെയാണല്ലോ കൊതി കൊണ്ട് പഴിക്കുന്നതല്ലേ. ഇഷ്ടമില്ല ചക്ക. ഇവർക്കൊക്കെ വേറെ വല്ലതൊക്കെയാണ്. ചക്ക വറുത്തത് മാത്രമേ ഇഷ്ടമുള്ളൂ. ചക്കപ്പഴം ഇഷ്ടമല്ല. ചക്ക പുഴുക്കൊന്നും എനിക്ക് ഇഷ്ടമില്ല. കപ്പപ്പുഴുക്ക് ഇഷ്ടം, കപ്പ ഇഷ്ടം. ചക്ക എനിക്ക് ഇഷ്ടമേ ഇല്ല. കപ്പക്കാലം നല്ലത് ചക്കയാ. അതെ. ഇതാ മോളെ. അമ്മ ഇരിഞ്ഞ് അങ്ങോട്ട് താട്ട് പോണ. ഭയങ്കര തണുപ്പ് ഇവിടെ. തണുപ്പായി. അവിടുത്തെ തണുപ്പില്ല, ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തെ ഒരു തണുപ്പ്. അതെ, ശങ്കരിക്ക് തണുപ്പല്ല, ശങ്കരിക്ക് ചൂടാ. ഇത്ര പേര് ഇരിക്കുന്നത് പിന്നെ ഒന്നും അമ്മ കാണുന്നില്ലേ? നമ്മൾ 6 പേര് കൂടി ഉണ്ട്. അവിടെ മുറിക്കാത്ത ആണുങ്ങൾ ഇരിക്കുന്ന കാണല്ലേ? ഇത് ഇതാണാ ഇതന്നെ നിങ്ങളിങ്ങനെ അമ്മയുടെ റോള് കഴിഞ്ഞ് എന്റെ റോള് തുമ്മല് തുടങ്ങിയെന്ന്. തണുപ്പായില്ലേ? തണുപ്പ് കാലാവസ്ഥക്ക് മാറ്റം വരാൻ തുടങ്ങി. സമയം 7. ഇവിടെ ഉണ്ടാക്കി നമുക്ക് രുചി കേട്ടാണ്. ഇത് അരിഞ്ഞിട്ടല്ലേ വെക്കണം? ഇല്ലില്ല, അരിയുന്ന രാവിലെയാ. അതുകൊണ്ട് നമ്മുടെ പരിപാടി തീരുവാ. ഒരുക്കാന്നുള്ളത് മാത്രമേ. രാവിലെ അരിയും, മീൻ കറി വെപ്പ് അരിയും, ചക്കപ്പുഴുക്ക് തന്നെ മീൻ കറി കൂട്ടി രാവിലെ വെച്ച് അരിയണം. വേഗം നടക്കും. 5 മണിയാകുമ്പോൾ ഞാൻ എഴുതേക്കാൻ പോവാ. അല്ലെങ്കിൽ കാര്യം നടക്കില്ല. 5 എണീക്കണ്ട. പണി തീരും. നമുക്കൊരു ഇതുണ്ട്. എല്ലാം കൂടെ സിനിമ കാണാൻ ബുക്ക് ചെയ്യണോ? നടക്കാൻ പോയാലേ പകുതി വഴിയാകുന്നതിന് മുമ്പ് ആരെങ്കിലും വണ്ടി കയറി കൊണ്ടുപോകും. അതാ കുഴപ്പം. പാടയാ
ടോമി ആയതുകൊണ്ട് കയറ്റിയല്ല ഇൻഡോമിനെ അറിയാം. ഇവരെ അറിയില്ലാത്തവരൊന്നുമില്ല ചേട്ടായിക്ക് നമുക്കൊക്കെ അറിയാം ചേച്ചി. ആ കുന്നമ്പുറത്തോട്ടെല്ലാം പോകുന്നില്ല അറിയാം. ബി കെ പുരം എല്ലാ ഭാഗത്തും എല്ലാവർക്കും അറിയാവുന്നില്ല. ചേട്ടായിക്ക് ഷേപ്പൊന്നും മാറാത്തോണ്ട് ഉള്ളിയിട്ട് വരാൻ അപ്പിയിട്ട് വരാനൊക്കെ അനുവാദം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതെ അതേ പറഞ്ഞ് പോകണ്ട. ഇപ്പം ഇടാൻ പൊക്കോട്ടെ. പൊക്കോട്ടേന്ന് ചോദിക്കുന്ന ആളുണ്ട് കേട്ടോ. ഒരു പ്രായം വരെ ഉണ്ടായിരുന്നു. അയ്യോ ഈ ചക്കക്കുരുവല്ലേ ചക്കക്കുരുക്ക് എന്നാ ചെയ്യണ്ട അമ്മ പറ. ആ എനിക്കറിയാമോ? അമ്മയ്ക്ക് അറിയിച്ചു തന്നാലോ? കൂട്ടുവോ? നമുക്ക് ചക്കക്കുരു മാങ്ങ അങ്ങോട്ട് വെക്കാം. ചക്കക്കുരു തോരൻ. അത് ഒന്നാലാണ് ആ ചക്കക്കുരു ചക്കക്കുരു തോരൻ അമ്മയ്ക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് ഇഷ്ടമില്ല. ഗ്യാസാന്ന് പറയും. എന്നെ പ്രശ്നമാകും. ഗ്യാസാവും. അത് പൊളിക്കണമെങ്കിലും പാടാം. ഇതിനിപ്പോ എന്നതിനകത്താക്കി വെക്കും. സവിശേഷി ഷിമിക്കൂടുണ്ടോ? ഷിമ്മിക്കൂടാ. കുറച്ച് കളയണം. ഇച്ചിരി വലുത് വേണം. ഇതെല്ലാം കൂടെ കൊള്ളുന്നത് എന്റെ ഇല്ല. വലിയ കൂടെ ഉണ്ടാവും എനിക്കറിയാം. എന്നാലും ഇത് കൊള്ളാൻ പറ്റുന്ന രണ്ടെണ്ണം ചെറുതാണെങ്കിൽ. ആ നാളെ നേരം വിളിക്കുമ്പോൾ വാടിയിട്ട് പൊളിയും. അവിടെ ചേച്ചിയുടെ ചക്കക്കുരു ഒരുക്കണം. വാടി പൊളിച്ചിട്ട് ചക്കക്കുരു എടുക്കണോ? വേണ്ട, നാളെ നമുക്ക് നാളെ ചാറ് വെക്കാം. ചക്കക്കുരു എന്നാ അതിനെ പൊളിച്ചു തരാം. ഇപ്പം വേണ്ട, നാളെ ഇപ്പം പൊളിച്ച് വെച്ചാൽ പോലെ. ഞാൻ മുരിഞ്ഞക്കോലെന്നാ എടുത്തേനെ. എന്റെ കൂടെ മുരിഞ്ഞക്കോലുണ്ട് സൂപ്പർ ഒരു ചക്കക്കുരു എടുത്ത് ഞാൻ. കേട്ടോ. മുരിഞ്ഞക്കോല് ഞാൻ പക്ഷെ ഇതിങ്ങനെ ആരും പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് എനിക്കെടുത്ത് കൂടുതലാ. കയറ്റി വെക്കട്ടെ. നാളെ ഇച്ചിരി വർക്കും ചെയ്യാം. എന്നിട്ട് വേഗം പോയി കുളിക്കുക. അലക്കൊക്കെ ചെയ്യാനുള്ളവരൊക്കെ പോയി അലക്കോ ആൾക്കാർ വന്നാ നീ ഇനി കുളിക്കാൻ ആരാ വേണേ ആളുടെ വെട്ടം വെട്ടോ? വഴിയെ പോണല്ലേ? അവിടെ ഉണ്ട്. വഴിയെ പോണല്ലേ? കുറച്ച് കയറി വരുവാണ്. ഇങ്ങോട്ടൊന്നും ആരും വരുന്നില്ല. വഴിയാ പോണതല്ലേ? ഇവിടെ ഇരുന്ന ആരാണെന്നും അറിയത്തില്ല. അത് വഴിയാ പോണതാ. വലിയ കൂടെ അല്ല, ഇങ്ങോട്ടാ വന്നത്. ഇങ്ങോട്ടൊന്നും വരുന്നില്ല. ചക്ക ഇഷ്ടമാണോന്ന് ചോദിച്ചേ അവളോട്. ശങ്കരിയോടെ ചക്ക ഇഷ്ടമാണോന്ന് ചോദിച്ചേ. ആ അതൊക്കെ നമുക്ക് അവിടെ വയ്ക്കുന്നു. ആരുടെ പിള്ളേർക്ക് ഒക്കെ ഇഷ്ടമില്ലേ? ആ അറിയത്തില്ല. ഉവ്വ, അവൾക്ക് ഇവിടെ ചക്ക കയറി പിള്ളേര് ഉണ്ട്. അവളൊരു ചക്കച്ചോളം പിടിച്ചിട്ട് ഇപ്പുണ്ട്. കഴിച്ചു തന്നു അവിടെ. എടുത്തിട്ടിരിക്കുന്ന അവിടെ വായി വെച്ച് അവയ്ക്കാൻ പറ്റത്തില്ല അവർക്ക്. എന്റെ കൊച്ചെ ഇനി വൈകിട്ടെങ്കിലും ഇവിടെ കഞ്ഞിയും കുടിക്കും. അതെ. അയ്യോ അത് പ്ലാസ്റ്റിക് അല്ല മോളൂട്ടി. പ്ലാസ്റ്റിക് വേണം. ആ അതിനകത്തുണ്ടല്ലോ. നീ വേറെ കൊടുക്കണ്ട. അതിനകത്ത് കൊണ്ടുപോയിരിക്കുമല്ലോ, അത് മതിയായിരിക്കും. രണ്ട് പാത്രത്തിലാക്കി ആ അത് അത് തുണിയാ. ആ തുണിയാ. തുണിയാ. തുണിയേറെ ആ തുണിയാ തുണിയാ. ഇല്ലേ കോലിയല്ലേ? ഞാനുണ്ടാണ് അവള് കോലിയാ. എന്നെ തട്ടി വെച്ച് പറയുക. സംഗീത ഞാൻ എപ്പോഴും പറയണത് നീ അമ്മയോട് പറയണം അമ്മ കുഞ്ഞാന്ന് നീ പറയൂടി. ആണല്ലേ ഇവള് പറയൂടി വന്നിട്ടുണ്ട്. എന്നെ മുട്ടാൻ കുഞ്ഞത് മാറി നിൽക്കാൻ. അവിടെ ഞാൻ പറയും ഈ പെണ്ണുപിള്ളക്ക് എന്തെങ്കിലും അപ്പം പെണ്ണുപിള്ള അമ്മയെ പെണ്ണുപിള്ളയെ ഉടനെ അവിടെ ഇങ്ങനെ എന്തോ കാര്യം പറഞ്ഞപ്പോ ഇവര് രണ്ടുപേരും ഇന്നലെ പറയാ എന്നോട് വിവാഹം പറയാൻ. അമ്മയുടെ ഹസ്ബൻഡിനോട് പറയാൻ. ആ അപ്പൊ ഞാൻ പറഞ്ഞു എടാ എന്റെ ഹസ്ബൻഡാണ് നിന്റെ അപ്പനാണെന്ന് പറഞ്ഞത്. അപ്പൊ നിനക്ക് പറയാം. അപ്പൊ ഇവിടെ ഇന്ന് രാവിലെ എന്നോട് പറയാ ഇതേ അമ്മയുടെ ഹസ്ബൻഡിനോട് പറയാൻ. അപ്പൊ നിന്റെ ആരാടി അതെന്ന് ഞാൻ ചോദിച്ചു. ഇവരൊക്കെ പറയുന്നുണ്ടോ? യാതൊരു ഇതുമില്ല. അമ്മയുടെ ഹസ്ബൻഡിനോട് പറയാൻ. ഭയങ്കര ലൈസൻസ് ആണ് കേട്ടോ. ഇവര് തമാശക്ക് പറയുന്ന കേട്ടോ. അമ്മ ചക്കക്കുരു പൊളിക്കണോ? അമ്മ ചക്കക്കുരു പൊളിക്കണോ? മതിയായില്ല കേട്ടോ. നദിയില്ലായിരുന്നു. നിങ്ങൾ 3 പേരായിപ്പോയില്ല. മറ്റേ ഇവർ 2 പേരും കൂടെ ഇല്ലുണ്ടായിരുന്നുള്ളൂ. അമ്മ കഥയൊക്കെ പറഞ്ഞിരുന്ന് വിളിക്കുന്നതാണ്. ഈ കുരുവല്ലാത്തവർക്ക് തെറ്റ്. കുരുവെല്ലാം പറക്കി തിന്നു. ഇന്ന് രാവിലെ ഞാൻ അമ്മയെ വെണ്ടയ്ക്കാൻ വിളിക്കാൻ വിളിച്ചതായിരുന്നു. ആണല്ലേ? അവരെ വർത്താനൊക്കെ പറഞ്ഞില്ലേ നടന്നു. അതിന്റെ പാറയുണ്ട് പോയി. പാട നാളെയാണേ പോവും. നാളെയാണേ വാട് കഴിയുമ്പം പോവും. ഉറപ്പാ ഇന്ന് പോകത്തില്ല. കേട്ടോ. ഇത് കുരുങ്ങല് ഇങ്ങനെ വെല്ലുമിച്ചയായിട്ട് ചക്ക ഒരുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനാ ഞാൻ പുറകോട്ട് മറിഞ്ഞു പോയി. ഇത് നാക്ക് മുറിഞ്ഞു. ഈ പഴയ പെരടാന്ന് പറഞ്ഞാൽ തറ നമ്മുടെ ഒരു ആളുടെ പൊക്കത്തിലാണ്. അപ്പം അതിൻ്റെ അരപ്ലസായിരുന്നു. ഇതെല്ലാം ചക്ക ഒരുക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഇതിരുന്ന് വാരി ചക്ക എടുത്ത് തിന്നുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് വെല്ലുമിച്ച് ഇങ്ങനെ കത്തിക്കരിക്കിട്ട് അടിച്ചതാണ്. അടിച്ചു കഴിക്കാൻ പുറകോട്ട് ഇങ്ങനെ മലന്നുപോയി.
നല്ല താഴോട്ട് പോയി. വീനിക്കാണ് ചക്ക. ഇവര് ചക്കയൊന്നും തിന്നിയല്ല. എനിക്ക് ചക്ക വിവീന KFC അങ്ങനെയൊക്കെ ആണെങ്കിൽ മതി വിവീനയ്ക്ക്. അല്ല ചക്കയൊന്നും വിവീനയ്ക്ക് പറ്റത്തില്ല. ഇത് KFCയിലെ ഇരിക്കുന്നുണ്ടോ? KFCയിലെ മറ്റേ KFCയിലെ മറ്റേ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ഉരുളങ്ങ് കോല് അത് തന്നെയാണ് ഇഷ്ടം. കോലാച്ചി. റൈസ് പോലെ അല്ലേ? കോലാച്ചി. അതിനെന്നാ പറഞ്ഞ ഒരു വേറുണ്ടല്ലോ. പൊട്ടറ്റോ ഫ്രൈസ്. ആ പൊട്ടറ്റോ ഫ്രൈസ്. എനിക്ക് അത്ര ഇഷ്ടം. എനിക്ക് പീസ ഇഷ്ടം. ഇപ്പൊ പിസ്സ. ഞാൻ KFC ഒന്നും അധികം കയറാറില്ല. ഇതിന് ഒരു പിസ്സ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു. പുറത്തൊക്കെ എനിക്ക് നല്ല വേണ്ട. ഇവിടെയാ നമുക്ക് സ്വിഗ്ഗിയിൽ ഇങ്ങോട്ട് ഓർഡർ ചെയ്താലോ കൊണ്ടുവന്നാ? എന്താ എല്ലാ പേരൊക്കെ വരുന്നുണ്ടോ ചേച്ചി? ഞാൻ തിന്നിട്ട് പോലുമില്ല. പിസയോ? പിസ്സ എന്താ കൊണ്ട് കഴിഞ്ഞ നീ കൊണ്ടുവന്ന് തക്കുടുവാവയൊക്കെ ആയിട്ട് കേറിയിട്ട്. അല്ലല്ല ഇവിടെ മേടിച്ചായിരുന്നല്ലോ നമ്മളവിടെ 21 രൂപ ഞങ്ങൾ മേടിച്ചോണ്ട് വന്നല്ലേ. ഞാനതിവിടെ ഇട്ട് നമ്മൾ രണ്ടാം വന്നപ്പോൾ സാധനം തരാം. അവിടുത്തെ കാലം മോശം. മാക്സിൽ പോയി മേടിച്ചോണ്ട് വന്നു. ആ പിസ്സ മാക്സിൽ പോയി മേടിച്ചോണ്ട് വന്നു. ഇവര് ഇവിടെ ഇപ്പഴല്ല. കഴിഞ്ഞ മുമ്പത്തെ തോന്നേ തോന്നുന്നു. കഴിഞ്ഞ ഓണം അത് വരുന്നതിന് പിസ്സ ഹട്ട് ഇപ്പൊ നമ്മള് പോകുന്നു. എനിക്ക് സാധനം ഇഷ്ടമില്ല. ചിക്കൻ എനിക്ക് അതാ ഇഷ്ടം. അതിനാ ടേസ്റ്റ് അതിന് ഒരു ടേസ്റ്റ് ഇല്ല. ഇവക്ക് ഇഷ്ടമല്ലേ ലങ്കരി? എനിക്ക് പിസ്സ ഇഷ്ടം. ബർഗർ എനിക്ക് ഇഷ്ടമല്ല. ഇത് കേറിയല്ലോ. എനിക്ക് ലോഡാ. tacos ആണ് ഇഷ്ടം. ഈ മെക്സിക്കൻ ഫുഡ് മെക്സിക്കൻ ഫുഡ് നല്ലതാ. നമ്മളവിടെ കഴിച്ചതിലെ മെക്സിക്കൻ ഫുഡാണ്. എരിവ് നമ്മുടെ നാട്ടിലെ ഫുഡുമായിട്ടൊക്കെ ചേർന്ന് അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ളത് മെക്സിക്കൻ ഫുഡ് ഇവിടെ. കുറവലങ്ങാട് പിസ്സ ഹട്ട് ഉണ്ട്. KFC ഇവിടെ ഡൊമിനോസ് ഇല്ല. ഉണ്ട്. ആ മോളില് എല്ലാം ഇടുന്നില്ലേ? ആ കുപ്പി വെച്ചാറും മക്ഡൊണാൾഡ്സ് ഉണ്ട്. അതിന്റെ സൈഡിലെടുത്ത് വെക്കാൻ പറ്റുന്നു. ഈ മറിയ പറഞ്ഞു മക്ഡൊണാൾഡ്സ് ഇവിടെ പക്ഷെ അത് അവിടുത്തെ പോലെ ഒറിജിനൽ ഒന്നും അല്ലടി. ഡിഫറെന്റ് ഇവിടുത്തെ ഡിഫറെന്റ് ആവും. ഇവിടുത്തെ മെറ്റീരിയൽസ് വെച്ച് ചെയ്യുന്നത്. ബീഫ് ഇവിടെ ചിക്കൻ മാത്രമേ വെക്കത്തുള്ളൂ. അവിടെ ബീഫ് എന്ന് വെച്ചാൽ ഇവിടെ റീജിയൻ അനുസരിച്ച് വരുമ്പം ഹിന്ദുസ് ബീഫ് കഴിക്കില്ല. അപ്പം അവരങ്ങനെ മാറ്റും വെറൈറ്റീസ്. ഇതിനെ എടുത്ത് അങ്ങോട്ട് വെക്കാൻ രാവിലെ എങ്ങാനും കൂടൊക്കെ എടുത്ത് പോയി. കൂടെ നാളെ ആവശ്യമില്ലേ? വെക്കണം. ഈ സാധനത്തിൽ എല്ലാം ഇതായി പോയി. ഈ ചോളയുണ്ടെങ്കിൽ പോയിട്ടുണ്ട്. ഇല്ല ഇനിയില്ല വിട്ടേരെ. അതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടേ. ഇല്ല പക്ഷെ നമ്മുടെ കോട്ടയത്ത് മന്തിക്കടകൾ ഭയങ്കര കുറവാ. ഇതൊക്കെ വാരി എടുത്താൽ മന്തി മന്തി കുഴിമന്തി. ഷവായ മന്തി ചില്ലീസ് നല്ല മന്തി. ഇപ്പം മേശൊക്കെ ഭക്ഷണം കഴിക്കുന്നു. എല്ലാ ചട്ടിയിലും പാത്രത്തിലും എല്ലാം പറ്റുമല്ലേ? അമ്മ ഇവിടെ ഇല്ലേ? അതെന്തിനാ അവിടെ ചെന്ന് പറഞ്ഞത്? ഏതമ്മ? ഇവിടെ ഇവിടുത്തെ അമ്മയിലേ ഇരിക്കുന്നേ. ഈ ഇരിക്കുന്നത് എവിടെ ഇരിക്കണം? ദേ ഇത്. ഞാനാ? ആ പിന്നെ ഞാനില്ല. പിന്നെ ആരാ? അല്ലേ ഇവളോട് ചോദിച്ചേ. വിളുമാരോട് ചോദിച്ചേ. വിളുമാരോട് ചോദിച്ചേ. ചോദിക്കണേ. അമ്മ ഇവിടുത്തെ അമ്മ ഏതാണ്? എന്ത് ചെയ്യുന്നു അല്ലേ? ഇവിടുത്തെ അമ്മ ആരാടി? ആ ഉണ്ടോ? ഇവിടെ ഇനി എണ്ണ വെക്കണം. അവള് പറഞ്ഞു ഇതാന്ന് ഇത് ഇവിടുത്തെ അമ്മ. ആ ഞാനില്ല. പിന്നെ ആരാ? ഞാനെങ്ങനെ ഇവിടുത്തെ അമ്മയാ? പിന്നെ ആരാ ഇവിടുത്തെ അമ്മ? ഇഷ്ടമല്ല കേട്ടോ അമ്മ. ഏ അമ്മച്ചിക്ക് എത്ര വയസ്സാണ്? അമ്മച്ചി 16 വയസ്സാണോ? എത്ര വയസ്സായി? 16 വയസ്സല്ലേ? ആ 16 എനിക്കറിയാം. എന്നാ പിന്നെ ഒരു 80 ആയിരിക്കും. എന്നാ പിന്നെ ഒരു 80 ആയിരിക്കും. എന്നാ പിന്നെ ഒരു 80 ആയിരിക്കും. 80? ആ പിന്നെ 80. പിന്നെ എത്ര കിട്ടി? എത്ര ഉണ്ടെന്നാ പിന്നെ? എൻ്റെ മൂത്തോർക്ക് പോലും ഇല്ല 80. ആ നമ്മുടെ പോലും ഇല്ല 80 വയസ്സ്. ഞാൻ ചോദിച്ച 80 വയസ്സില്ലേന്ന്. പിന്നെ എത്ര വയസ്സുണ്ട്? 60 ആയിരിക്കും എന്നാ. അവർക്ക് ഇപ്പം 40, 30, 35, 40, 45 ആയുള്ളൂ. അതാണ് അമ്മ ചോദിക്കാനുള്ള കാര്യം. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയും, princess Diana എന്നൊക്കെ പറയും. എന്നാ വിവാൻ. വിവാൻ. അത് തന്നെയല്ല, ആ അവന്റെ സ്വന്തം റൂം അത്. കിടപ്പാണ്. ആ പഠിക്കുവാ, പരീക്ഷയാ. പഠിക്കുക. അവന് മാത്രമേ ഇവിടെ ഇപ്പൊ പരീക്ഷയുള്ളൂ, ബാക്കി എല്ലാവരും കഴിഞ്ഞു. കയ്യെ തൂക്കാൻ എണ്ണ വേണ്ടേ? ഉണ്ട് അപ്പുറത്തെ കൈ. എന്റെ എലിക്കുട്ടിയുടെ കൈ സെയിമാ. പരിവായത്തൊന്നും പിന്നെ വല്യമ്മമാരുടെ ഒക്കെ കിട്ടിയാലേ കൊച്ചു മക്കൾക്കും ഒക്കെ. കണ്ടോ ഞങ്ങളുടെ വീട്ടാ സെയിം അല്ലേ? അപ്പൊ അത് കേട്ട സമയം serious പറഞ്ഞോണ്ട് എന്റെ അമ്മേ ഒന്നുമില്ല. എലിക്കുട്ടമ്മയ്ക്ക് സന്തോഷമായെന്നത് കേട്ടപ്പം. ആ അതിലെ തൂത്ത് വേണം. അയ്യോ വിളിക്കറല്ലേ.
ഇത് പറ്റി ഉടങ്ങിയിരിക്കുന്നതൊക്കെ ചെറുതി കളയണം. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് നല്ല ആ ബോർ അവരെ ചുണ്ടടിച്ച് കളയണം. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വെയിലും ഉണങ്ങി പറ്റി അവിടെ ഇരിക്കും. വലിയ സിനിമ നോക്കട്ടെ. കിടക്കാറായില്ലേ? ഇല്ല കിടക്കാനുള്ള സമയമൊന്നും ആയില്ല. ഈ പ്രാർത്ഥന ഒക്കെ ചെല്ലണ്ടേ? 7 മണി ആയതേ ഉള്ളൂ. 7 മണി ആയതേ ഉള്ളൂ. 7 മണി. അതിന്റെ മോൻ കാണിച്ചേ. 1 മണിയൊന്നുമല്ല. ആ കുറവുണ്ട്. ഇരിക്കുവാ. എന്നെ അടുത്തിരിക്കും. അമ്മ ചോദിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ എന്നെ അടുക്ക് വന്ന്. ഇവിടെ പഠിക്കാൻ പോകും. എന്നിട്ട് ചേച്ചി അവിടെ വന്നെല്ലാം തൂക്കുന്നുണ്ട്, തുടക്കുന്നുണ്ട്. അമ്മ പറഞ്ഞിട്ടിരിക്കുക അതിൽ ഉണങ്ങി പിടിച്ചിരിക്കും ഭക്ഷണം കഴിക്കുമ്പം അത് മുളഞ്ഞിട്ടുണ്ട്. ഇതാവുന്നും പറഞ്ഞ്. വിവാനെക്കുറിച്ച് പറഞ്ഞ കേട്ടോടാ? അല്ല അമ്മ വേലിക്കുട്ടിയമ്മ വിവാനെക്കുറിച്ച് പറഞ്ഞ കേട്ടോന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് ഇറങ്ങി വരും. അങ്ങനെ എന്നെ അടുത്തോണ്ടിരിക്കുവോ? പിന്നെ അമ്മയെല്ലാം കാണുന്നല്ലേ. എണ്ണ പുരട്ടിയായിരുന്നോ? എണ്ണ പുരട്ടിയോ എവിടെയാ? കയ്യല്? ഞാനൊന്നും പറ്റില്ല. ഇല്ലേ? ആര് പറഞ്ഞു? ജോമോള് കൊണ്ട് തൂത്തായിരുന്നല്ലോ. ആര്? ജോമോള് കൊണ്ട് തൂത്ത് തന്നായിരുന്നല്ലോ എന്നാ എണ്ണ. കയ്യാട്ടല്ല അതുപോലെ പാത്ത് വെച്ചു. പാത്ത് വെക്കാനുള്ള എണ്ണയാണ്. എണ്ണ വയ്യപ്പട്ടിയല്ലേ? പാത്ത എവിടെ വെക്കാനാ? പാത്ത എവിടെ കൊണ്ട് വെക്കാനാ? കയ്യപ്പോട്ട് വയ്യത്. ഒന്നാമത് നേരെ ഇല്ലല്ലേ? ഉറങ്ങാനൊക്കെ ഇഷ്ടം പോലെ നേരമുണ്ട്. ഉറങ്ങാനൊക്കെ ഇഷ്ടം പോലെ നേരമുണ്ട്. ആ കസരൊക്കെ മാറ്റിട്ടടി. ചക്കത്തോളയല്ലേ മുന്തിരിങ്ങയാണ്. പുളിമുന്തിരി ജ്യൂസ് അടിക്കാൻ മേടിച്ചല്ലേ? അവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ മേടിച്ചതാ. അത് ഞാൻ പുളി ജ്യൂസ് എന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ആ പുളി അല്ലാത്ത മേടിക്കായിരുന്നു. അത് പ്രാണിയൊന്നുമല്ല, മുന്തിരിങ്ങാത്തൊലിയാ. മുന്തിരിങ്ങാത്തൊലിയാന്നേ. മുന്തിരിങ്ങയുടെ തൊലി. മുന്തിരിങ്ങയുടെ കുഞ്ഞാണോ ജോമോനോട്? അത് പാറ്റാക്കുഞ്ഞാ. ഇത് ഈ പാറ്റാക്കുഞ്ഞിനെ ആരാ ഇട്ടെന്നറിയാം? താഴെ വീട് അങ്ങനെ ഈ പാറ്റാക്കുഞ്ഞിനെ ഇട്ടത് ആരാന്നറിയാമോ? എലിക്കുട്ടിയമ്മ. പിന്നെ ഇതാർക്കും വേണ്ടേ? എലിക്കുട്ടിയമ്മ എടുത്തിട്ടതാ. ഇപ്പൊ പാറ്റാക്കുഞ്ഞ് വരും നിന്ന് കഴിയുമ്പോ. പാറ്റാക്കുഞ്ഞ് വരും ഇപ്പൊ തന്നെ. അപ്പടി കഴിക്കായി ആന്റിക്ക് തലക്ക് കുടി. ആന്റിക്ക് പറ്റിയല്ലാത്ത സാധനം. ഒട്ടും പറ്റിയല്ല. കൊച്ചിനറിയാവുന്ന നമുക്ക് കൊടുക്കടി. നീ കുടിച്ചിരുന്നുണ്ടോ? അവളിപ്പം മരുന്ന് കഴിക്കുന്ന അവൾക്ക് കൊടുക്കണ്ട. ശരിയാ, മരുന്നായിട്ട് റിയാക്ഷൻ. ഞാനും മരുന്ന് കുടിക്കുന്ന കഴുകാൻ പോവാ. മരുന്ന് കഴുകിയതാ തിന്നോ? മറ്റേ തെങ്ങ് അത് കഴുകിയതാ തിന്നോ? കഴുകിയതാ. അതല്ല, പക്ഷെ അത് ഇച്ചിരി കുടിച്ചു. തലക്ക് കിക്ക് കുടിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി കുടിച്ചു. നല്ലതാണോ? പുളിയാന്ന്. അത് ജ്യൂസ് അടിക്കാൻ മേടിച്ചാന്നേ. ഇങ്ങനെ പുളിയാ. നമുക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാം. ഇത് ജ്യൂസ് അടിച്ചു കൊടുത്താൽ വരുന്ന വരായിരുന്നു. പിന്നെ ആ ജ്യൂസ് അടിച്ചു കൊടുത്താ. ജ്യൂസ് കുടിക്കാത്ത ആളെങ്ങനെ കൊടുക്കും? ആ ജ്യൂസ് കുടിക്കില്ലേ? എന്നിട്ട് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞാണല്ലോ മേടിച്ചേ. ഭയങ്കര പുളിയാ. ആ ഭയങ്കര പുളിയുള്ള മുന്തിരിങ്ങാന്നേ. ജ്യൂസ് അടിക്കാൻ മേടിച്ചല്ലേ. ഇത് കേട്ടാ കുടി എനിക്ക് ഇഷ്ടല്ലേ? നാളെ പല്ല് പല്ല് തെറിച്ചു പോലെ. എടുക്ക്, അവന് മുറിച്ചൊന്നും കൊടുക്കാം. ആ മുറിയിലുള്ളവരൊക്കെ ഉറക്കം പഠിച്ചിട്ടുണ്ട്. ആ മുകളിലൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. അവിടെ കുത്തിയിരിപ്പുണ്ട്. അവിടെ കുത്തിയിരിപ്പുണ്ട്. ഉറങ്ങിയൊന്നുമില്ല. രാവിലെ അവിടെ കുത്തിയിരിപ്പുണ്ടെന്ന് ഉറങ്ങിയില്ലെന്ന്. പക്ഷെ എവിടെയാ പോണേ നിങ്ങള്? അവിടെ കുത്തിയിരിപ്പുണ്ടെന്നേ. ഉറങ്ങിയിട്ടില്ല. കല്ലറയില്. അവന് പരീക്ഷയല്ലേ? അവന് പരീക്ഷ ഞാൻ പഠിച്ചോണ്ടിരിക്കുവോ? പഠിച്ചാലേ രക്ഷപ്പെടുള്ളൂ. എന്നോട് പഠിക്കുവോ? നിൽക്കുന്ന അമ്മയാണ് എലിക്കുട്ടിയമ്മ. അത് ഞാനെങ്ങനെയാ ആയിട്ട്? ഞാൻ വേറെ ഇതിന്റെ മകൻ, ഇതിന്റെ അമ്മയാ ഈ ഇരിക്കുന്ന ജോമോന്റെ അമ്മ. മോന്റെ അമ്മയെന്ന് എനിക്കറിയാം. ആ അപ്പൊ അത് ഞങ്ങളുടെ അമ്മയാ. അമ്മയ്ക്കും അറിയാം. ആ അമ്മയ്ക്കും അറിയാന്ന്, ഞങ്ങൾക്കും അറിയാം. കിടക്കാൻ പോവാ. പക്ഷെ ഇതെന്തുകൊണ്ട് വൈറ്റ് കളറിൽ വരുന്നത്? എന്തെങ്കിലും അമ്മയും കളഞ്ഞു. അമ്മ ഏതമ്മേടെ കാര്യം ചോദിച്ചേ? ഉറങ്ങാനും പറ്റിയല്ല. ആന്റി ഓക്സിഡൻസ് ഒക്കെ വല്യമ്മയുടെ കാര്യമാണ് ചോദിച്ചത്. ഉറക്കം വാങ്ങുള്ളൂ. അത് ഉറങ്ങിയില്ല. ഞാൻ അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങുമെങ്കിൽ പിന്നെ ഉറക്കം വരികയില്ല. ഞാൻ പോയി പിന്നെ കിടക്കാനും പറ്റിയ. എലിക്കുട്ടിയമ്മ ആള് 7 മണിയായുള്ളൂ. 7 മണി.
7 മണി രാത്രിയേ ആയുള്ളൂ. 7 മണിയാണ്. ആ 7:30 ആയിട്ടുണ്ട് ഇപ്പോൾ. 7:30 കഴിഞ്ഞ് കാണും. ഇല്ല കേട്ടോ, ഉം. 7:15. പിന്നെ നേരം ഇപ്പം സന്ധ്യയാണ്. എത്ര മണിക്കൂറായി? കുരിശ് കളിക്കണ്ടേ? ഈ വെള്ളം തിളപ്പിച്ചല്ലേ? അതെ, ഇവിടുത്തെ അമ്മ എവിടെ ഉണ്ട്? അതെവിടെ പോയി? ഞാൻ ഇരിക്കണല്ലേ അമ്മ. അമ്മയായി ഓർക്കാൽ ഇരട്ടി പ്രായമുള്ളതാണ് ഇതിന്റെ ഇരട്ടി ഉണ്ടോ അമ്മ. അമ്മയ്ക്ക് പ്രായം പ്രായം അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? 80 വയസ്സില്ലേ? 80 വയസ്സില്ലേ? ഇരിക്കാം. ആ നോക്കാം. അമ്മച്ചിക്ക് എത്ര? 80. 80? 80. 80? ആ ഓ പിന്നെ പിന്നെ എത്ര ഉണ്ട്? 35 വയസ്സേ ഉള്ളൂ. കൂടിപ്പോയ 50-52 വയസ്സ്. നിങ്ങളുടെയൊക്കെ പ്രായം എത്ര? സമ്മതിച്ചല്ലോ. അതല്ലേ അമ്മേനെ അന്വേഷിച്ച് നടക്കുന്നത്. വെറുതെ ഇവിടുത്തെ അമ്മ എന്തിനും ചോദിച്ചു നടക്കുന്നതാണ്. അമ്മയുടെ ഇതിൽ പ്രായം അത്രയേ ഉള്ളൂ. അതാണ്. എന്നാൽ കുരിശ് വരയ്ക്കാൻ ഏറ്റാ ഇനി കിടന്നോ? ചക്കയെ കുരുക്കി എടുത്തല്ലേ? അമ്മേനെ ചോദിക്കുമ്പോ നമ്മളെ ആരെങ്കിലും കാണിച്ചു കൊടുക്കാം. അമ്മയാണല്ലോ, അമ്മ എന്നാ പറയുന്നറിയാം. എന്നാ അമ്മേ? ചോദ്യം പല പ്രാവശ്യം കാണിച്ചു കൊടുത്തതാ. അമ്മയുടെ അമ്മായിയമ്മേനെയായിരിക്കും. അമ്മേനെ അന്വേഷിച്ചപ്പോ ജോമോളെ കാണിച്ചു കൊടുത്തു, എന്നെ കാണിച്ചു കൊടുത്തു. അത് ഭയങ്കര അതാണ് വല്യമ്മച്ചീനെയാണേ. വല്യമ്മച്ചീനെ അന്വേഷിച്ച് നടക്കുന്നത് അതായിരിക്കും. അതാണ് സാധ്യതയുള്ളൂ. കിടക്കാൻ പോയി ഡേറ്റ് പോന്നോ? കിടക്കാൻ പോകാന്ന് പറഞ്ഞ് ഡേറ്റ് പോന്നോ? കിടക്കാൻ പോവാന്ന് പറഞ്ഞ് പോയിട്ട് കിടക്കാതെ പോരുവാണേ ഇത്. കിടക്കാൻ പോവാ. ഇവിടെ പറഞ്ഞിട്ട് ഡേറ്റ് പോയതാണല്ലോ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.